ഇനി നമുക്ക് കോൾ ബൈ വാല്യൂ അല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയാനാണുള്ളത്. അപ്പൊ അതിൽ പഠിക്കണം, അത് പറയുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്താണെന്ന് പറയണം. നമ്മുടെ ഫംഗ്ഷന്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്ന വാരിയബിൾസിനെ വിളിക്കുന്ന പേരാണ് പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആർഗ്യുമെന്റ്സിന് നമ്മൾ എന്താ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ രണ്ട് ടൈപ്പ് ആയിട്ട് പറയുന്നുണ്ട്. ഒന്ന് ഫോർമൽ ആർഗ്യുമെന്റ്സ്, വേറൊന്ന് ആക്ച്വൽ ആർഗ്യുമെന്റ്സ്. ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ വാരിയബിൾസ് ആർ യൂസ്ഡ് ഇൻ എ ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ കോളിന്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്ന വാരിയബിൾസിനെ നമ്മൾ എന്താ വിളിക്കുക? ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്നും ഫംഗ്ഷൻ ഡെഫിനിഷന്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്ന വാരിയബിൾസിനെ നമ്മൾ ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ന് വിളിക്കും. ആൻഡ് ആക്ച്വൽ ആർഗ്യുമെന്റ്സ് പ്രത്യേകത എന്താ വെച്ചാൽ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ഒരിക്കലും ഫുൾ കറക്റ്റ് വാല്യൂ എടുത്തിട്ട് നമുക്ക് ഫോർമലിലേക്ക് കൊടുക്കുന്നില്ല. ഒരു കോപ്പി മാത്രമാണ് ആർക്ക് കൊടുക്കുന്നത്? ഫോർമലിലേക്ക് കൊടുക്കണം. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ചേഞ്ച് ഫോർമൽ ആർഗ്യുമെന്റ്സിൽ ഉണ്ടായാൽ കൂടി ഇറ്റ് വിൽ നോട്ട് റിഫ്ലക്ട് ഓൺ the actual arguments. That's why it is called as actual arguments. Okay, so ഒന്നിനും പറയാം, രണ്ട് ടൈപ്പ് ആർഗ്യുമെന്റ്സ് ഉണ്ട്, ആക്ച്വലും ഫോർമലും. ഓക്കെ, ഇനി നമുക്ക് കോൾ ബൈ വാല്യൂന്റെ പ്രോഗ്രാം നോക്കാം. കോൾ ബൈ വാല്യൂന്റെ ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് സ്വാപ്പിംഗ് ആണ്. സ്വാപ്പിംഗ് ഓഫ് ടു നമ്പേഴ്സ് യൂസിങ് ഫംഗ്ഷൻ എന്നൊക്കെ പറയാം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കോൾ ബൈ വാല്യൂ യൂസ് ചെയ്തിട്ട് ചേഞ്ചസ് വരുന്നില്ല, സ്വാപ്പ് ചെയ്തിട്ടും ചേഞ്ച് വരാത്തൊരു കേസ്, അല്ലെങ്കിൽ കോൾ ബൈ വാല്യൂന്റെ ഒരു എക്സാമ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ കോൾ ബൈ വാല്യൂ എന്നുള്ള കോൺസെപ്റ്റിൽ എന്താണ്, നമ്മളൊരു വാല്യൂ അയച്ചു കൊടുക്കുന്നുണ്ട്. അയച്ചു കൊടുക്കുന്ന വാല്യൂ നമ്മൾ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയും. തിരിച്ച് അത് സ്വീകരിക്കുന്ന ആളെ നമ്മൾ ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയും. പക്ഷെ ആക്ച്വൽ ഒരു കോപ്പി മാത്രമാണ് അയക്കുന്നത്. ഇപ്പൊ ഫോർമലിൽ എന്ത് സംഭവിച്ചാലും അത് ആർക്ക് എഫക്ട് ആവുന്നില്ല, ആക്ച്വലിൽ എഫക്ട് ആവുന്നില്ല. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇത്. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വോയിഡ് മെയിനിന്റെ ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്യും. രണ്ട് നമ്പേഴ്സ് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ നമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്ത് ചോദിച്ച് വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ ബിഫോർ സ്വാപ്പിംഗ് എന്ന് പറഞ്ഞ് ചുമ്മാ അത് പ്രിന്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. ഈ ഫംഗ്ഷൻ കോളിൽ വരുന്ന എക്സും വൈയും നമ്മളുടെ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ആണ്. ഇനി നേരെ നാലാമത്തെ ലൈനിലായുള്ള വോയിഡ് സ്വാപ്പിന്റെ ഫംഗ്ഷനിലേക്ക് പോകും. അവിടെ നമുക്ക് രണ്ട് വാരിയബിൾസ് ഉണ്ട്, എയും ബിയും. അതാണ് ഫോർമൽ ആർഗ്യുമെന്റ്സ്. അവിടെ നമ്മൾ ടെംപ് ഈക്വൽ ടു ടെംപ് എന്ന് പറയുന്ന ന്യൂ വാരിയബിൾ, തേർഡ് വാരിയബിൾ എടുത്തു. ടെംപ് ഈക്വൽ ടു എ ഈക്വൽ ടു ബി ഈക്വൽ ടു ടെംപ്. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്വാപ്പ് ആവും. നമ്മൾ അവിടെ ആഫ്റ്റർ സ്വാപ്പിംഗ് എന്റെ ബിന്റെ വാല്യൂ സ്വാപ്പ് ആയിരുന്നു ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കണം. എഗെയിൻ നമ്മൾ തിരിച്ചു വന്ന ശേഷം, അതായത് ഇത് മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ആഫ്റ്റർ സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സും വൈന്റെ വാല്യൂ കൊടുക്കുമ്പോൾ അത് ചേഞ്ച് ആവില്ല. ബിക്കോസ് ദർ ഈസ് നോ ഒരു കണക്ഷൻ അവർ തമ്മിൽ ഇല്ല. അതുകൊണ്ടാണ് അത് കേട്ടോ. ബിഫോർ സ്വാപ്പിംഗ് എക്സിന്റെ വാല്യൂ 4ഉം ഫൈവിന്റെ വാല്യൂ 5 ആറും. ആഫ്റ്റർ സ്വാപ്പിംഗും എക്സിന്റെ വാല്യൂ 4ഉം 5 തന്നെയാണ്. എ ഈക്വൽ ടു 5, ബി ഈക്വൽ ടു 4. ഇടയിൽ അവിടെ ഫംഗ്ഷന്റെ ഉള്ളിൽ ഫോർമൽ ആർഗ്യുമെന്റ്സിന്റെ ഇടയിൽ നമുക്ക് ആ വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ ആക്ച്വൽ ആർഗ്യുമെന്റ്സിൽ ആ ചേഞ്ച് വന്നിട്ടില്ല. ഇതാണ് കോൾ ബൈ വാല്യൂ എന്നുള്ള കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ആക്ച്വൽ ആർഗ്യുമെന്റ്സ്, ഫോർമൽ ആർഗ്യുമെന്റ്സും അതുപോലെ കോൾ ബൈ വാല്യൂവിന്റെ ഒരു എക്സാമ്പിൾ ആയ സ്വാപ്പിംഗ് ഓഫ് ടു നമ്പേഴ്സും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.